ദിവസേന കറുവപ്പട്ട മാത്രം ഇട്ട് ഒരു ചായ തിളപ്പിച്ച് കുടിച്ചാൽ പതിവായിട്ട് ശീലിക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കാം. ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് കറുവപ്പട്ടയിൽ ധാരാളം ആന്റി ഓക്സിഡന്റ്സ് അടങ്ങിയിട്ടുണ്ട്. ആയതിനാൽ ശരീരത്തിലുണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസിനെ, അതായത് വിഷകണികകളെ നിർവീര്യമാക്കുന്നതിന് സഹായകരമാണ് ധാരാളമായിട്ട് ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുള്ള കറുവപ്പട്ട ചായ പതിവായിട്ട് കുടിക്കുന്നത്. അടുത്തതായിട്ട് ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ടിനെ ഇല്ലാതാക്കുന്നതിന് സഹായകരമാകുന്നുണ്ട്. നീർക്കെട്ട് കുറയുമ്പോൾ മറ്റൊരു ഗുണം കൂടിയുള്ളത് ശരീരത്തിൽ അനുഭവപ്പെടുന്ന വേദനകളൊക്കെ ശമനം ലഭിക്കുന്നതിനും സഹായകരമാകുന്നു. ഒരുപാട് പേർക്ക് സഹായകരമായേക്കാവുന്ന മറ്റൊരു ഗുണം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിന് സഹായകരമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടൈപ്പ് 2 ഡയബറ്റീസ് അനുഭവിക്കുന്നവർക്ക് ഇത് തീർച്ചയായിട്ടും ഉപകാരപ്രദമായിരിക്കും. ഒരുപാട് പേർക്ക് സഹായകരമായേക്കാവുന്ന മറ്റൊരു സംഗതിയാണ് രക്തത്തിലുള്ള LDL കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുന്നതിന് സഹായകരമാകുന്നു. അതുപോലെ ട്രൈഗ്ലിസറൈഡ്സിന്റെ അളവ് കുറയ്ക്കുന്നതിന് സഹായകരമാകുന്നു. അതുവഴി ഹൃദയത്തിലേക്കുള്ള രക്തചംക്രമണം കൃത്യമായിട്ട് നടക്കുന്നു. അതുവഴി ഹൃദയാരോഗ്യം കാത്തു സംരക്ഷിക്കുന്നതിന്, ഹൃദയാഘാത സാധ്യത കുറയ്ക്കുന്നതിനും സഹായകരമാകുന്നുണ്ട്. അമിത ശരീരഭാരം ഒരുപാട് പേരുടെ ഒരു പ്രശ്നമാണ്. ഈ അവസ്ഥയിൽ കറുവപ്പട്ടയ്ക്ക് ശരീരത്തിൽ അമിതമായിട്ടുണ്ടാകുന്ന കൊഴുപ്പിനെയും മേധസ്സിനെയും ഒക്കെ അലിയിച്ചു കളയുന്നതിനുള്ള ശക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ അമിത ശരീരഭാരമുള്ളവർക്ക് വെയിറ്റ് കുറയുന്നതിനായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. ആയുർവേദ രീതിയിൽ കറുവപ്പട്ടയുടെ രസഗുണവീര്യ വിഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ ശരീരത്തിലെ ജഠരാഗ്നിബലം വർദ്ധിപ്പിക്കുന്നതിനും ദഹനം കൃത്യമായിട്ട് നടക്കുന്നതിനും അതുവഴി ദഹനേന്ദ്രിയ വ്യൂഹത്തെ ശക്തിപ്പെടുത്തുന്നതിനും സഹായകരമാകുന്നുണ്ട്. ഒപ്പം തന്നെ ശരിയാവണ്ണം ദഹനം നടക്കുകയാണെങ്കിൽ ഈ ഗ്യാസ് ട്രബിൾ, ബ്ലോട്ടിങ്, കീഴ്വായു ശല്യം ഇതൊക്കെ നിയന്ത്രിച്ചു നിർത്തുന്നതിന് തീർച്ചയായിട്ടും സഹായകരമാവും. ആധുനിക പഠനങ്ങൾ അനുസരിച്ച് കറുവപ്പട്ടയ്ക്ക് ആന്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഉള്ളതായിട്ട് കാണുന്നു. അതിനാൽ മറ്റ് പലതരത്തിലുള്ള ബാക്ടീരിയകളുടെയും ഫംഗസുകളുടെയും ഒക്കെ പ്രവർത്തനത്തെ നിയന്ത്രിക്കാനായിട്ട് സഹായകരമാകുന്നുണ്ട്. ആ രീതിയിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് തീർച്ചയായിട്ടും ഉപകരിക്കും. ചില ആധുനിക പഠനങ്ങൾ അനുസരിച്ച് ശരീരത്തിലുണ്ടാകുന്ന ഡീജനറേറ്റീവ് ഡിസീസസിനെ നിയന്ത്രിക്കുന്നതിന് സഹായകരമാകുന്നു സൂചിപ്പിക്കപ്പെടുന്നു. ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പതിവായിട്ട് രാവിലെയും വൈകിട്ടും ഒരു കറുവപ്പട്ട ചായ, സിനമൻ ടീ ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടുമല്ലോ. അപ്പൊ അത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഒരു കപ്പ് വെള്ളത്തിലേക്ക് ഏകദേശം 1 ടീസ്പൂൺ കറുവപ്പട്ടയുടെ പൊടി ചേർക്കുക. മധുരം ആവശ്യമുള്ളവരാണെങ്കിൽ പനം കൽക്കണ്ടം ചേർക്കാം. അല്പം ചെറുനാരങ്ങ നീരോ ഇഞ്ചി നീരോ കൂടെ ചേർത്താലേ കുറച്ചും കൂടെ രുചികരമാവും. അതുപോലെ ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതിനും സഹായകരമാവും. ഈ പറഞ്ഞ സംഗതികളെല്ലാം ഇട്ട് നന്നായിട്ട് വെട്ടി തിളപ്പിക്കുക. തിളച്ചതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് ചെറുതീയിൽ ഒരു 10-15 മിനിറ്റ് കൂടെ അത് വേവാനായിട്ട് അനുവദിക്കുക. അപ്പൊ ഈ കറുവപ്പട്ടയുടെയും ഇഞ്ചിയുടെയും ചെറുനാരങ്ങയുടെയും ഒക്കെ ഗുണങ്ങൾ അതിലേക്ക് പൂർണ്ണമായിട്ട് അലിഞ്ഞു ചേരും. എന്നിട്ട് അരിച്ചെടുത്തതിന് ശേഷം അല്പം പനങ്കൽക്കണ്ടവും കൂടെ ചേർത്തിട്ട് സേവിക്കുകയാണെങ്കിൽ വളരെയധികം രുചിപ്രദമായിരിക്കും. ഇനി ശരീരഭാരം കുറയ്ക്കുന്നതിനായിട്ടാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ തിളപ്പിച്ച് നന്നായി തണുത്തതിന് ശേഷം അതിലേക്ക് പനങ്കൽക്കണ്ടത്തിന് പകരം 1 ടീസ്പൂൺ തേൻ ചേർത്ത് സേവിക്കാം. തേൻ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ചൂടാറിയതിനു ശേഷം മാത്രമേ ചേർക്കാവുള്ളൂ. ഇനി നിങ്ങൾക്ക് ഈ രീതിയിൽ കഴിക്കുമ്പോൾ പതിവായിട്ട് ശീലിച്ചു വന്ന രുചി കിട്ടുന്നില്ലെങ്കിൽ അല്പം തേയിലപ്പൊടിയോ ഗ്രീൻ ടീയോ ചേർത്ത് തിളപ്പിക്കാവുന്നതാണ്. ഇത് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് ഐസും ചേർത്ത് കുടിക്കുന്ന ഒരു പതിവൊക്കെ ഉണ്ട്. വേണമെങ്കിൽ ആ രീതിയിലും പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. സിനമൻ എന്ന് വിളിക്കുന്ന നമ്മുടെ കറുവപ്പട്ടയ്ക്ക് അല്പം തീക്ഷ്ണ ഗുണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അസിഡിറ്റി ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം അസിഡിറ്റി ഉള്ളവർ കഴിച്ചാൽ അസിഡിറ്റി കൂടാനായിട്ട് സാധ്യതയുണ്ട്. അസിഡിറ്റി ഇല്ലാത്തവർക്ക് സേഫ് ആയിട്ട് കഴിക്കാവുന്നതാണ്. ഇത് കഴിച്ചതിന്റെ പേരിൽ നിങ്ങൾക്ക് അസിഡിറ്റി വരാൻ സാധ്യതയില്ല. അമിത ശരീരഭാരം ഉള്ളവര് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, സിനമൻ ടീ കുടിക്കുമ്പോൾ, കറുവപ്പട്ട ഇട്ട് തിളപ്പിച്ച ഈ കാപ്പി കുടിക്കുമ്പോൾ വിശപ്പ് കൂടാനായിട്ട് സാധ്യതയുണ്ട്. ആ സമയത്ത് നിങ്ങൾ മധുരപലഹാരങ്ങളും മാംസാഹാരങ്ങളും കൊഴുപ്പടങ്ങിയ മറ്റ് ആഹാര സംഗതികളും കഴിച്ചാൽ വെയിറ്റ് കൂടും. ശരീരത്തിൽ അഗ്നിബലം കൂടും എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ സമയത്ത് നിങ്ങൾ ധാരാളം നാരുകൾ അടങ്ങിയ കൊഴുപ്പില്ലാത്ത കലോറി വാല്യൂ കുറഞ്ഞ ആഹാര സാധനങ്ങളാണ് കൂടുതലായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, ഇനി എന്തെങ്കിലും വീഡിയോകൾ ആവശ്യമാണെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് ആവശ്യപ്പെടുന്നു. ഞാൻ ഡോക്ടർ സേവ്യർ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.